നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം ലോക വിജയം എന്നാണ് ഗോവിന്ദൻ മാഷിപ്പോ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്. അതായത് നാണവും മാനമില്ലാത്തവരാണ് ഈ ലോക അയ്യപ്പ സംഗമം ഈ തെറ്റായി പോയി അല്ലെങ്കിൽ വിജയിച്ചില്ല, പരാജയപ്പെട്ടു പോയി എന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ശൂന്യമായ കസേരകളൊക്കെ തന്നെ AI-യുടെ സാങ്കേതിക വിദ്യയാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ലോക അയ്യപ്പ സംഗമം വിജയമാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു ലോക അയ്യപ്പ കേരള MP ഗോവിന്ദനെ സമ്മതിക്കണം. കാരണം ഇന്നലെ അവിടെ നടന്നത് ശരണം ഭരണമയ്യപ്പ എന്നുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമ വേദിയായിരുന്നു. അതൊരു പാർട്ടി സമ്മേളനമായിരുന്നു. വലിയ ഒരുക്കങ്ങളൊക്കെ കാര്യം നടത്തി. അവർ 4500-ലധികം ആളുകൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിരുന്നു. 3000 പേർക്ക് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷെ വന്നെത്തിയത് 654 പേരെന്ന കണക്കുകൾ. പക്ഷേ സ്പോട്ട് ഫില്ലിങ്ങിന് പാരലൽ സംവിധാനം CPM അവിടെ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ധാരാളം തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാർ, പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ വലിയൊരു വിഭാഗം ആളുകളെ സജ്ജമാക്കി നിർത്തിയിരുന്നു. ഏതെങ്കിലും തലത്തിൽ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികൾ എത്തിയില്ലെങ്കിൽ ആ ഇരിപ്പിടം ഫില്ല് ചെയ്യാൻ. പക്ഷെ അവർക്ക് പോലും താല്പര്യമുണ്ടായില്ല. ഈ ചാനൽ ക്യാമറകളൊക്കെ വെച്ചിരിക്കുന്ന പൊസിഷൻ്റെ മുൻഭാഗം ഏറെക്കുറെ ഫില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ വേദിക്ക് വളരെ പുറകിലായി അല്ലെങ്കിൽ ആ പന്തലിൻ്റെ പുറകുവശത്തേക്ക് കസേരകളൊക്കെ ഒഴിഞ്ഞു കിടന്നിരുന്നു. തുടക്കം മുതൽ നമ്മളത് കണ്ടതാണ്. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആ LED സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാലിയായി കിടക്കുന്ന കസേരകൾ കാണാം. AI നിർമ്മിതമെന്ന് ഗോവിന്ദൻ പറയുന്നു. പക്ഷെ ലൈവായി ഇത്തരത്തിൽ AI എഡിറ്റ് ചെയ്ത് വരുമോ? അതും എല്ലാ ചാനലുകളും ഒരുമിച്ച് ഇത്തരം AI ക്രിയേഷൻസ് നടത്തുമോ? കൈരളിയിലെ പുറകുവശം കാണിച്ചിട്ടേ ഇല്ലെന്നാണ് അറിയുന്നത്. അതെ, കൈരളിയിലെ പുറകുവശം കാട്ടിയില്ല. മറ്റ് ഒരു ചാനൽ, 1-2 ചാനലും കൂടി വളരെ ശക്തമായി ഇതൊരു വലിയ വിജയമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവർ സന്തോഷിക്കട്ടെ. കാരണം അവരെ സംബന്ധിച്ച് ഇത് ഒരു വലിയ വിജയമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് ശബരിമല പുണ്യപൂങ്കാവനത്തിൻ്റെ പരിശുദ്ധി, അതിൻ്റെ ഒരു വിശുദ്ധി, അതൊക്കെ അടുത്തറിയുന്നവരാണ്, അത് ഉൾക്കൊള്ളുന്നവരാണ് പൊതുവെ ഭക്തർ. അവർക്കിടയിലേക്കാണ് ഇപ്പോൾ ഒരു കച്ചവട തന്ത്രം വളരെ കൃത്യതയോടെ ഈ സർക്കാർ പ്ലാൻ ചെയ്ത് അവിടെ ഇന്നലെ ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പരിപാടിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ആഗോള അയ്യപ്പ സംഗമമല്ല, ഇതൊരു ആഗോള നിക്ഷേപ സംഗമമാണ്. നമ്മൾ തുടക്കത്തിൽ കേട്ടു MP ഗോവിന്ദൻ ചില വിചിത്ര വിശദീകരണങ്ങൾ. അവിടെ ആളുകൾ കുറഞ്ഞതല്ല, കസേരകൾ കൂടിയതാണ് പ്രശ്നമെന്നൊക്കെ. പക്ഷെ അതിനേക്കാൾ വലിയ ക്യാപ്സ്യൂളാണ് AI നിർമ്മിതം. എന്തായാലും ഇപ്പോൾ ആഗോള സംഗമത്തെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ വേണമെന്ന സ്ഥിതിയിൽ AKG സെൻറ്ററും MP ഗോവിന്ദനുമൊക്കെ എത്തി. ഇത് CPMൻ്റെ ഒരു വലിയ പരാജയമാണ്. ഇത് ചെറിയ വീഴ്ചയല്ല. കാരണം അത്ര എളുപ്പമല്ല പിണറായി വിജയന് ആ പൂങ്കാവനത്തിൽ തൻ്റെ പാദങ്ങൾ ഊന്നാൻ. ആ പൂങ്കാവനത്തിലേക്ക് പിണറായി വിജയൻ ചെന്ന് എത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഇത്രയധികം ആർഭാട തികവോടെ അകമ്പടി വാഹനങ്ങൾ, ഒപ്പം ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോകൾ, അങ്ങനെ ആ പുണ്യ പൂങ്കാവനത്തിലേക്കുള്ള പിണറായി വിജയൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ടല്ലോ, അത് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കാണുന്ന തലത്തിലായിരുന്നു. പിണറായി വിജയൻ ഇന്നലെ ബോഡി ഗാർഡായി കൊണ്ടുപോയ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പിണറായി വിജയൻ്റെ പുറം ചൊറിയുന്നത് കണ്ട് വാസ്തവത്തിൽ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പി. കേരളം ഏറ്റവും അധികം ചിരിച്ച് വയറ് വേദനിച്ച ഒരു ദിവസമായിരിക്കാം ഇന്നലെ കടന്നുപോയത്. ചിലർ പറയുന്നു വെള്ളാപ്പള്ളി അറിഞ്ഞുകൊണ്ട് ഒരു 1.5 പണി പഴയ തെറ്റിന് പിണറായിക്കിട്ട് കൊടുത്തതാണ്, ഭക്തരാണ് എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് ആളുകളുടെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി എഴുന്നള്ളിച്ച് നിർത്തിയതാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകളിടുന്നു. പക്ഷേ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ശബരിമലയെക്കുറിച്ച് ഒരു പിണറായി വിജയൻ ജനങ്ങൾക്ക് മുൻപിൽ വായിച്ച് അവതരിപ്പിച്ച ഐതിഹ്യമല്ല, അതിലപ്പുറം ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ആ പുണ്യ പൂങ്കാവനം വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. 7 എരുമേലി കഴിഞ്ഞാൽ പിന്നീട് 7 കോട്ടകൾ, 18 മലകൾ, ഇതുൾപ്പെടുന്ന ഒരു പുണ്യ പൂങ്കാവനമാണ് ശബരിമല അയ്യന് മുന്നിലുള്ളത്. അയ്യന് സംരക്ഷണം ഒരുക്കുന്നത് അതിൻ്റെ ഒരു പ്രകൃതിയും അതിൻ്റെ ഒരു നിർവൃതിയുമൊക്കെയാണ്. അതിലേക്കാണ് ഇപ്പോൾ കച്ചവടം കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഒരു കാലത്തും ആ പുണ്യ പൂങ്കാവനത്തിലേക്ക് കച്ചവടത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകരുത് എന്ന നിഷ്കർഷ പാരമ്പര്യമായി ഉണ്ടായിരുന്നു. ഈ പുണ്യ പൂങ്കാവനത്തെ സംരക്ഷിക്കുന്ന മലയാളിയന്മാർ, ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഐതിഹ്യ കഥാപാത്രങ്ങളുണ്ട്. അവരിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പിന്മുറക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. അവരെയൊന്നും
ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വിവാദങ്ങളുണ്ടായതിനെ തുടർന്നാണ് പിന്നീട് തന്ത്രി കുടുംബം അടക്കമുള്ളവരെ വിളിച്ച് അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ അതും കാഴ്ചക്കാരായി. പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദങ്ങൾ വാങ്ങണം, പ്രകൃതിയുടെ അനുവാദം വാങ്ങണം, അയ്യൻ്റെ അനുവാദം വാങ്ങണം. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, ആദ്യ കോട്ടയിലെത്തുമ്പോൾ തന്നെ, ആ പുണ്യ പൂങ്കാവനത്തിൻ്റെ പടിയിൽ എത്തുമ്പോൾ തന്നെ ശരണം വിളിച്ചുകൊണ്ട് വേണം കടന്നു ചെല്ലാൻ. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ ശരണം വിളിക്കുന്നത് നമ്മൾ കണ്ടില്ല. പിണറായി വിജയൻ ഒരു ഭക്തൻ്റെ വേഷഭൂഷാദികളോടെയാണ് അവിടെ എത്തിയത് എന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുമ്പോൾ ഏത് തലത്തിലാണ് പിണറായി വിജയന് ഒരു ഭക്തൻ്റെ ആട ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. അതൊക്കെ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനങ്ങളാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് ഇനിയും അധികാരത്തോട് ഒട്ടിച്ചേർന്ന് പലതും ഊറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തി അടുത്ത ഭരണം പിടിക്കേണ്ട ആവശ്യകത ഈ പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം പിടിക്കാൻ അയ്യപ്പനെ ഉപയോഗിക്കുന്ന, അയ്യപ്പനെ കച്ചവടമാക്കുന്ന ഒരു തലമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കാണുന്നത്. ഇത് വാസ്തവത്തിൽ കേരളം ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ കേരളം ചെറുത്തു തോൽപ്പിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ, കേരളം ഇത്തിരി ഒന്ന് പിന്നോട്ട് പിൻവലിഞ്ഞപ്പോൾ അയ്യപ്പൻ തന്നെ ഇന്നലെ പണി കൊടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ടാണ് അവിടെ കസേരകൾ കാലിയായ ദൃശ്യങ്ങൾ ഇത്ര ശക്തമായി കേരളത്തിൽ പ്രചരിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രി കലിമൂത്ത് തൻ്റെ പ്രകടനം നടത്തിയ കാഴ്ചകളും ദൃശ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വെള്ളാപ്പള്ളിയെപ്പോലൊരു പിണറായി ഭക്തനെ അവിടെ എത്തിച്ച് പിണറായിയെക്കുറിച്ച് പറഞ്ഞ ഈ മലീമസപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ ഇത്ര ശക്തമായി പ്രചരിക്കുന്നത്, ഇതൊക്കെ ഒരു പക്ഷേ മറ്റേതോ ഒരു ശക്തിയുടെ കളികളായിരിക്കാം. കാരണം ഇവിടെ പ്രതിപക്ഷം ഇടപെട്ടിട്ടില്ല, സംഘപരിവാറോ BJPയോ യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചില്ല. ഹിന്ദു ഐക്യവേദിയിലെ ശശികല ഉൾപ്പെടെയുള്ളവർ ആഗോള അയ്യപ്പ സംഗമം തടുക്കും എന്ന് വീൺവാക്ക് പറഞ്ഞുകൊണ്ടാണ് വലിയ പോലീസ് സംഘത്തെ അവിടെ വിന്യസിച്ചത്. ഇന്നലെ ആ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഓരോ കസേര, അതിനടിയിൽ വിരിച്ചിരിക്കുന്ന ആ കാർപ്പറ്റ് അടക്കം ഈ പോലീസ് സംഘം പരിശോധിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ കരുതി ഇവിടെ എന്തോ വലിയ സ്ഫോടനത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും. അത്ര വലിയ ഒരുക്കങ്ങൾ, അത്ര വലിയ സ്ഫോടനാത്മകമായ ക്രമീകരണങ്ങൾ. എന്നിട്ടൊടുവിൽ ആ കസേര ഫില്ല് ചെയ്യാൻ ആളുകൾ പോലുമില്ലാത്ത ദുരവസ്ഥ. ഇതൊക്കെ മനുഷ്യനിർമ്മിതമല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലതും ആ ഘട്ടത്തിൽ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഘട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും വിജയിച്ചിരിക്കുന്നത് ആരാണ് നമുക്ക് പറയാൻ സാധിക്കും? ഇവിടെ അയ്യപ്പൻ. കാരണം അയ്യപ്പൻ്റെ അവിടെ ചെന്ന് ഇമാതിരി കലാപരിപാടികൾക്ക് ശ്രമിച്ചാൽ അതത്ര എളുപ്പമല്ല എന്ന് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടു. ഒന്ന്, പൂങ്കാവനം കച്ചവടമാക്കാനുള്ള കലാപരിപാടികളാണ് അവിടെ നടന്നത്. അതിൻ്റെ ലേലം വിളികളാണ് ഇന്നലെ ഉയർന്നു തുടങ്ങിയത്. അപ്പോൾ ഭരണം അവസാനിക്കാൻ ഇനി 10 മാസമുള്ളൂ. 2 തലത്തിലുള്ള ഉന്നം ഇതിൻ്റെ പിന്നിലുണ്ട്, ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, പഴയ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2 തലത്തിലായിപ്പോയ ഭക്ത വിശ്വാസികളെ തങ്ങളിലേക്ക് ആകർഷിക്കുക. അതിനുവേണ്ടിയാണ് SNDP, NSS, പുന്നറ തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങളെ അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ NSS വളരെ തന്മയത്വത്തോടെ മാറി നിന്നു. വെള്ളാപ്പള്ളി തലവെച്ച് കൊടുക്കുകയല്ല, വെള്ളാപ്പള്ളി എപ്പോഴും എല്ലാ കളിയുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ആ കളിക്കങ്ങ് നേതൃത്വം ഏറ്റെടുത്തു. പക്ഷേ അവിടെ ഗോകുലം ഗോപാലനടക്കമുള്ളവരെ എത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. അത് പിണറായിയുടെ ഒരു വിജയം തന്നെയാണ്. ഒരു വശത്ത് വെള്ളാപ്പള്ളിയെ ഒക്കത്തിരുത്തി ഇന്നലെ വാഹനത്തിൽ കൊണ്ടുചെന്ന് ഇറക്കുമ്പോൾ മറുവശത്ത് ഗോകുലം ഗോപാലൻ വന്ന് പ്രസംഗിക്കുന്നു. അതൊക്കെ നല്ല കാര്യം. ഇത് ഈ കഥയുടെ ഒരു വശം. മറുവശത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒരു 4 ദിവസം മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ശബരിമല എനിക്കൊരു പേടി സ്വപ്നമാണെന്ന് അദ്ദേഹം പറയുന്നു. ശബരിമലയിലെ താന്ത്രിക കാര്യങ്ങൾ കൂടുതൽ അപകട സാധ്യതയുള്ളതായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ആരുടെയൊക്കെ ഇടപെടലുകളെക്കുറിച്ച് വളരെ ഭയാത്മകമായി അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ തലയ്ക്ക് മുകളിൽ ഏതോ അദൃശ്യ കരങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില നീക്കങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് ധരിക്കാൻ. അത് ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം അതാവാം ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു കലാപരിപാടി അവിടെ അരങ്ങേറാനുള്ള കാരണം. ഇതിനെ വലിയ ആത്മീയ തലത്തിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയില്ല. കാരണം അവിടെ ആകെ എത്തിയ സ്വാമിമാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭൂതാനന്ദയും വെള്ളാപ്പള്ളി
സ്വാമികളൊക്കെ ആണ്. അപ്പോൾ അവരൊക്കെ കൂടി ചേർന്ന് എത്രമാത്രം ആത്മീയത ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് സംശയമുണ്ട്. അവിടെ തന്ത്രി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു തന്ത്രിയെക്കുറിച്ചും സോഷ്യൽ മീഡിയ ചില കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, പഴയകാല സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്ത്രി കുടുംബത്തെ നമുക്ക് ഒരു തരത്തിലും അലോസരപ്പെടുത്തേണ്ട, പക്ഷെ അവർക്കും വലിയ പ്രാതിനിധ്യമൊന്നും അവിടെ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഗതികേടെന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയ ഈ ഭക്തജനങ്ങളുടെ കണക്ക് പുറത്തുവിടുകയാണ്. അത് രജിസ്റ്റർ ചെയ്ത കണക്ക്, അവിടെ എത്തിയതുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല. ഇത് ആഗോള അയ്യപ്പ സംഗമം പോയിട്ട് പ്രാദേശിക അയ്യപ്പ സംഗമം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാൻ കഴിയും. ഇവിടെ ഇന്ന് രാവിലെ ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 3500 പേരാണ് ഞങ്ങൾ വരുമെന്ന് കരുതിയിരുന്നത്, പക്ഷെ വന്നത് 4200 പേരാണ്. അതൊരു കുറവാണെങ്കിൽ അത് കുറവായി തന്നെ ഞങ്ങൾ അംഗീകരിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു കുറവ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും സത്യം അവർക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഇതെല്ലാം കൂടി ഈ പ്രസിഡന്റ് തലയെ കൊണ്ട് കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അല്ല, ഇത് സാക്ഷാൽ കോൺഗ്രസ് കണ്ണു തുറന്ന് കാണണം. കാരണം എങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ CPM ക്യാപ്സ്യൂൾ കൊണ്ട് അതിനെ നേരിടും. ഇത് രാത്രിയെ ചൂണ്ടിക്കാട്ടി ഇത് പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന പാർട്ടി അണികൾക്ക് മുന്നിൽ MP ഗോവിന്ദനെ പോലെയുള്ള ക്യാപ്സ്യൂളുകൾ വിജയിക്കും. കാരണം അവിടെയാണ് നിർമ്മിതിയാണ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് തൊട്ട് മുൻപ് പാർട്ടി ഒരു വിശദീകരണം നൽകിയിരുന്നു. കസേരകൾ കൂടിയതാണ്, വന്ന പ്രതിനിധി അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതല്ല എന്നൊക്കെയുള്ള വിചിത്രമായ പ്രസ്താവനകൾ. അതിനുശേഷമാണ് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളിലേക്ക് അവർ കടന്നത്. ഇന്നലെ CPMൻ്റെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞു ഇതൊരു ആത്മീയ യോഗമാണ്, അതുകൊണ്ട് എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യമെന്നൊക്കെ. അപ്പോൾ ഗുണത്തിലും എണ്ണത്തിലും ഒന്നുമല്ല കാര്യം, ഗോവിന്ദൻ്റെ ക്യാപ്സ്യൂളിലാണ് കാര്യം എന്നിപ്പോൾ കേരളത്തിന് മനസ്സിലായി. നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ആ ഗർഭം നിർമ്മിതമാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന് പരിഹസിച്ച സഖാക്കന്മാർ ഇതിനെ എങ്ങനെ മറുപടി കൊണ്ട് നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ശബരിമലയെ വെച്ച് ഇത്തരം കച്ചവടങ്ങൾ ഈ 2018 മനുഷ്യൻ്റെ ഓർമ്മകളിലുണ്ട്. അത് അത്ര പെട്ടെന്ന് ഭക്തരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അന്ന് നവോത്ഥാനത്തിൻ്റെ മതിൽ കെട്ടാൻ പിണറായി വിജയനെയും കേരളത്തിലെ നവോത്ഥാന നായകരെയും ഒക്കെ ഇറക്കിയ CPM അന്ന് കൃഷ്ണവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഇവരുടെ ദേശീയ സെക്രട്ടറി പ്രതികരിക്കുന്നില്ല? എം എ ബേബി ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശാല കാഴ്ചപ്പാടുള്ള ആളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർന്നു വരാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു അസാധ്യ താരമായി ഇപ്പോൾ ജനത്തിന് മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ പൊതുവെ ഭൗതിക തലത്തിൽ മാത്രം നിന്നിരുന്ന പിണറായി വിജയൻ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്കും ഒരു ഭക്തൻ എന്നുള്ള ഒരു വിശേഷണത്തിലേക്കും കടന്നു. അദ്ദേഹം തത്വമസിയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും അപരത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. ആ ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന മനുഷ്യരുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പിണറായി വിജയൻ ജനങ്ങളോട് പറയുന്നു. അവതരിപ്പിക്കുകയാണ് എങ്കിൽ പോലും ആ വായിക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിനൊരു ഉൾക്കാഴ്ച കുറച്ചെങ്കിലും ഉണ്ടാകുന്നു എന്നത് തീർച്ചയായിട്ടും കേരളത്തിന് വളരെ ഒരു പ്രോത്സാഹന ജനകം തന്നെയാണ്. കാരണം ഇനിയും ഒരു 10 മാസം കൂടി ഭരണമുണ്ടല്ലോ. ആ ഭരണകാലഘട്ടം കുറച്ചുകൂടി ഇത്തരം ക്ഷേത്രകാര്യങ്ങളിലേക്കും വിശ്വാസകാര്യങ്ങളിലേക്കും ആത്മീയ തലത്തിലേക്കും ഒന്ന് ശക്തമാക്കുന്നത് പിണറായി വിജയന് ഇനിയുള്ള ജീവിതത്തെ കൂടുതൽ നിറം പിടിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാതെ. പാപം കഴുകിക്കളയാനുള്ള 18ാമത്തെ അടവാണോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. ഈ പാപം കഴുകിക്കളയാൻ കഴിയില്ല, കാരണം ജനങ്ങളെ പറ്റിക്കാം. പക്ഷെ അയ്യപ്പന് അത്ര എളുപ്പമല്ല. 2018 അന്ന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ, അന്ന് ഭക്തരെ നവോത്ഥാന മതിൽ കെട്ടി ആട്ടി അകറ്റാനുള്ള ശ്രമം, അന്ന് കേരളത്തിൻ്റെ പോലീസ് നിരത്തിലേക്ക് ഇറങ്ങി ഈ നാമജപ ഘോഷയാത്ര നടത്തിയ സാധു സ്ത്രീകളുണ്ട്, അവർ ഈ തിരിവട്ടവുമായിട്ട് അവരെ ക്രൂരമായി വേട്ടയാടുന്ന ദൃശ്യങ്ങൾ, അവർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ. ഇപ്പോഴും പിണറായി കരുതുന്ന ആ കള്ളക്കേസുകൾ പിൻവലിച്ചാൽ അതിൻ്റെ നേട്ടം BJPക്കും സംഘപരിവാറിനുമൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ അതിലപ്പുറം NSSലൊക്കെ ഉൾപ്പെട്ട വളരെ ഭക്തരായ ഒരുപിടി ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ വേദന നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ 2018 കഴിഞ്ഞ് 2025 7 വർഷങ്ങൾ പിന്നിട്ടിട്ടും അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു അണയാത്ത തീയായി നിൽക്കുന്നത്. പിന്നീട് ഓരോ വർഷവും ശബരിമലയിൽ വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എത്ര വട്ടം, എത്ര കാഴ്ചകൾ. അവിടെയാണ് ഈ പമ്പ എന്ന വിശുദ്ധ നദിയുടെ ഈ കരയിൽ ഇവർ പോയി ഒരുക്കുന്ന ഈ കെട്ടുകാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, സാധാരണ
ഇതിനൊരു ആത്മീയത എന്ന് ഇവർ തലത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ നടന്ന കലാപരിപാടികളെക്കുറിച്ച് നമ്മൾ കണ്ടു, അവിടെ നടന്ന ചർച്ചകളുടെ ഒരു ഗതി നമ്മൾ കണ്ടു. ആ പുണ്യ ഭൂമിയിൽ വെച്ചല്ലേ ഒരു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഷണ്ണരെന്ന് ഒരു വെള്ളാപ്പള്ളിയെ പോലൊരാൾ വിളിച്ചു പോകുന്നത്, അതും പിണറായി വിജയൻ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഇതിലൊക്കെ എന്ത് ആത്മീയതയാണുള്ളത്? തീർച്ചയായിട്ടും എന്തായാലും ചോദ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഏതായാലും കാര്യം മനസ്സിലായി. ഇനി എ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് എന്തായാലും വ്യക്തമായിട്ടുണ്ട്. തുടർ ചർച്ചകൾ നടത്തും എന്നാണ് പറയുന്നത്. ഇനി എവിടെ എങ്ങനെ നടത്തും എന്നറിയില്ല. തീർച്ചയായിട്ടും ശൂന്യമായിട്ടുള്ള കസേരകൾ നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘോരഘോരം പ്രസംഗിച്ചത് ഇവിടുത്തെ മലയാളികൾ മറക്കില്ല എന്ന് നമുക്ക് അറിയാം. എന്തായാലും 10 മാസം ഉണ്ടല്ലോ, കാണിക്കാവുന്നതൊക്കെ തന്നെ പരമാവധി കാണിച്ചു കൂട്ടട്ടെ എന്നാണ് പലരും പറയുന്നത്. അതിനിപ്പുറം എത്ര കോടികൾ അങ്ങോട്ടേക്ക് വരും എന്ന് നോക്കാം. എന്തായാലും കാത്തിരുത്ത് കാണാം. ഇപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടത് നഷ്ടമായി. ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ഇന്ന് പുറത്തു വിട്ടു. 10 പോയിന്റുകളാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു പ്രത്യേക പാത മുകളിൽ സന്നിധാനത്തിലേക്ക് വെട്ടാനാണ്. അതിന് കാരണം പറയുന്ന ഈ ട്രോളികൾ, ആംബുലൻസ്, പോലീസ് വാഹനങ്ങളൊക്കെ പോകണമെങ്കിൽ ഒരു പ്രത്യേക പാത. ഒരു പക്ഷേ പിണറായി വിജയനൊരു മോഹം ഉണ്ടാകാം, ഭരണം അവസാനിക്കുന്നതിന് മുൻപ് അങ്ങ് നേരിട്ട് അയ്യപ്പൻ്റെ അടുക്കൽ പോയി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ നല്ല മനോഹരമായൊരു പാത വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ 10-40 വണ്ടി കയറി പോകണമല്ലോ, അദ്ദേഹം അകമ്പടിയോടുകൂടി പോകണം. കാരണം അയ്യപ്പനും ഇതാരാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റേതായ ഒരു അഹങ്കാര ഭാവം വേണമല്ലോ, പ്രത്യേകിച്ച് ഒരു അധികാര ഗർവ് വേണമല്ലോ. അപ്പോൾ ആ ഗർവിൽ അങ്ങോട്ടേക്ക് ചെന്ന് അയ്യപ്പനോട് ഒന്ന് ക്ഷമ ചോദിച്ചാൽ അയ്യപ്പന് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും പുലിപ്പുറത്തല്ല, ഈ കാറിലെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനെ തന്നെ ശബരിമലയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, അടുത്തൊരു വാർത്തയേക്കാണ്. നമസ്കാരം. നന്ദി, നമസ്കാരം.